Nikon GS നമ്മുടെയാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് റിവ്യൂ ആണ്. അപ്പോൾ ഇത് അഡ്വഞ്ചർ പ്ലസ് ടൂറർ ബൈക്കാണ്. അപ്പം നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് LED ലൈറ്റിൽ നിന്ന് തുടങ്ങാം. ഇതാണ് LED ഹെഡ് ലാമ്പ്. ഇത് നല്ല വിസിബിലിറ്റിയാണ്, രാത്രിയൊക്കെ നമുക്ക് കാണാം, നല്ല രസമാണ്. നമ്മൾ താക്കോലിട്ട് ഓണാക്കുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇവിടെ BMW ബാറ്റിംഗ് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അടുത്താണ് LED ഫ്ലാഷ് ഇൻഡിക്കേറ്റർ. ഇത് കാണാൻ തന്നെ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ഒരു എന്താ പറയുക, നല്ല രസമാണ്. ഞാൻ ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ, നല്ല രസമാണ്. ഇതാണ് LED ടൈൽ ലാമ്പ്. കാണാൻ രസമാണ്. ഓണാക്കി കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അടുത്തതാണ് ഇൻഫോ ഫ്ലാറ്റ് സ്ക്രീൻ. ഈ വണ്ടി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം വെച്ചാൽ ഇതാണ്. കാരണം ഇപ്പോഴത്തെ നോർമൽ ബ്രാൻഡിൽ തന്നെയാണ് ഒരു കളർ ഡിസ്പ്ലേയും ടച്ച് സ്ക്രീനൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഇതിൽ ഇപ്പോഴും ഓൾഡ് മോഡൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് മാത്രം കുറച്ച് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഫ്രണ്ട്സ്, ഈ ബൈക്കിൽ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ആക്സിലേറ്റർ വന്നിട്ടുള്ളത്. ഇത് റൈഡ് ബൈ വയർ ടെക്നോളജി ആണെന്ന് വെച്ചാൽ പണ്ടത്തെ ബൈക്കുകളിലൊക്കെ ഇവിടെ ഒരു കേബിൾ കാണും. ഇപ്പോഴത്തെ വണ്ടികളിൽ ഇപ്പോൾ കേബിളില്ല. ഈ വണ്ടിയിൽ കേബിളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സഡൻ ആക്സിലറേഷൻ കൊടുക്കാൻ കഴിയും. പിന്നെ സ്മൂത്താണ്. ഫ്രണ്ട്സ്, ഈ ബൈക്കിൻ്റെ ഏറ്റവും വലിയ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലഗേജിനകത്ത് തന്നെയാണ്. കുറച്ച് വൈഡായിട്ടാണ് വരുന്നത്. നല്ല സ്ട്രോങ് ആണ് സാധനം. നമുക്ക് ടോപ്പ് ബോക്സ് ഒക്കെ ഒന്ന് വലുതും വയ്ക്കാൻ പറ്റും. ഫ്രണ്ട്സ്, ഇത് നല്ല സ്ട്രോങ് ആണ്, നല്ല ഡിസൈനാണ് വരുന്നത്. ബാക്കിലിരിക്കുന്ന ആക്കി പിടിച്ചിരിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്, നല്ല സ്ട്രോങ്. ഫ്രണ്ട്സ്, ഇതാണ് ഹാൻഡ് ബ്രേക്ക് ലിവർ അഡ്ജസ്റ്റബിൾ. ഇതെന്തെന്ന് വെച്ചാൽ ചിലവർക്ക് വെള്ളം നീളം കുറവായിരിക്കും. അപ്പോൾ അവർക്ക് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഈസി പിടിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അതേപോലെ തന്നെ ഇതും ക്ലച്ച് ലിവർ അഡ്ജസ്റ്റബിൾ ആണ്. ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത പ്രത്യേകത എൻ്റെ സീറ്റ് തന്നെയാണ്. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ഇത് ഹൈറ്റ് ഉള്ളവർക്ക് മാത്രമേ വണ്ടി ഓടിക്കാവുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഹൈറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി ഇവർ 2 തരം സീറ്റ് ഇറക്കുന്നുണ്ട്. ഒന്ന് തിന്നായിട്ടുള്ളതാണ്. നമ്മളിപ്പം കുഷനുള്ളതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ ഇരിക്കാൻ നല്ല കംഫർട്ടാണ്, എക്സ്പെഷ്യലി പില്ലിയൻ സീറ്റിൽ. പിന്നെ നമുക്ക് സാധാരണ ബൈക്കിലേക്ക് ബാക്ക് സീറ്റ് കുറച്ചുകൂടെ ഹൈറ്റ് വരും. നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഡ്രൈവ് ചെയ്യുന്ന ആൾ ഫ്രണ്ടിൽ നല്ല കൂനിയിരിക്കുന്നു, നമ്മൾ നല്ല പൊക്കത്തിലൊരു നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അത്. പക്ഷെ ഇവിടെ അങ്ങനെ വരുന്നില്ല. ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് തന്നെയാണ് വരുന്നത്. നല്ല കംഫർട്ട് തന്നെയാണ്. ഫ്രണ്ട്സ്, ഫ്രണ്ട് ആൻഡ് റിയർ വീല് വന്നിട്ട് കാസ്റ്റ് അലുമിനിയം തന്നെയാണ്. ഫ്രണ്ട്സ്, പിന്നെ ഈ ബൈക്കിൽ ABS സിസ്റ്റം വരുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത ഇതാണ് റിയർ സസ്പെൻഷൻ. നമുക്കിത് ഇവിടെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കും. നമ്മൾ എത്ര ഹമ്പിൽ കൂടെ കയറി നല്ല കംഫർട്ടാണ്. അത് നമ്മൾ സോഫ സെറ്റ് ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നല്ല ബാക്കിൽ ഇരിക്കുന്ന ആൾ നല്ല വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടും ബാക്കും വന്നിട്ട് ബൈബറിൻ്റെ ഡിസ്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. നമ്മൾ എത്ര സഡനായിട്ട് ബ്രേക്ക് പിടിച്ച് നമുക്ക് അത്രയും കംഫർട്ടാണ്. അത്ര വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഈ ബൈക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഗോൾഡ് കളറിലുള്ള ഫോർക്ക്. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ഫോർക്കാണ്. പിന്നെ നല്ല കംഫർട്ടാണ്. നമ്മൾ എത്ര നല്ല കുഴി ചാടിയാലും പൊളിയാണ് സാധനം. ഫ്രണ്ട് ബ്രേക്കിംഗ് ഡയമീറ്റർ വന്നിട്ട് 300 mm ആണ്. ബാക്ക് വന്നിട്ട് 240 mm. ഫ്രണ്ട്സ്, ഈ ടയേഴ്സ് എല്ലാം ട്യൂബ്ലെസ് ആണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ സൈസ് വന്നിട്ട് 110/80 R19 ആണ്. റിയറിൻ്റെ ആണെങ്കിൽ 150/70 R17 ആണ്. ഫ്രണ്ട്സ്, വീൽ സൈസ് വന്നിട്ട് റിയറിൻ്റെ ആണെങ്കിൽ 431.8 mm ആണ്. ഫ്രണ്ട് ആണെങ്കിൽ 482.6 mm. ഫ്രണ്ട്സ്, 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഫ്രണ്ട്സ്, അടുത്ത് ഇതിന് വരുന്ന ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് റേഡിയേറ്റർ വരുന്നത്. ഫ്രണ്ട്സ്, അടുത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഇതിൻ്റെത്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടാങ്ക് വന്നിട്ട് ബൾക്കി ഡിസൈനാണ് വരുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 11 ലിറ്റർ മാത്രമേ ഉള്ളൂ. ഒരു ടൂറിംഗ് ബൈക്കാണ്. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് പോവേണ്ടതുണ്ടല്ലോ. അപ്പം ഇത് കുറവായിട്ട് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഫ്രണ്ട്സ്, ഇതിൻ്റെ മാക്സിമം പവർ വന്നിട്ട് 34 PS അറ്റ് 9500 RPM ആണ്. പിന്നെ മാക്സിമം ടോപ്പ് വന്നിട്ട് 28 Nm അറ്റ് 7500 RPM ആണ്. ഫ്രണ്ട്സ്, സിലിണ്ടർ വന്നിട്ട് സിംഗിൾ ആണ്. പിന്നെ എൻ്റെ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് അഡ്വഞ്ചർ ടൂർ ബൈക്കാണ് പ്ലസ് ഓഫ് റോഡ് ബൈക്കാണ്.
പിന്നെ ഫ്രണ്ട്സ് ഇതിനൊരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ വരുന്നുണ്ട്, സ്മൂത്ത് എഞ്ചിനാണ്. പിന്നെ എൻ്റെ കമ്പനി പറയുന്ന മൈലേജ് എന്ന് വെച്ചാൽ നമ്മൾ സിറ്റി മൈലേജ് വന്നിട്ട് 29.26 ആണ് പറയുന്നത്. ഏകദേശം നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ ഹൈവേ മൈലേജ് എന്ന് പറഞ്ഞാൽ 32.86 ആണ് പറയുന്നത്, അതും കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഡയമെൻഷൻസ് ആണ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞുതരാം. വിഡ്ത്ത് വന്നിട്ട് 880 mm ആണ്, ലെങ്ത് 2075 mm ആണ്, ഹൈറ്റ് 1230 mm. ഇത് 313cc ആണ് വരുന്നത്. ഇതെല്ലാം കംഫർട്ടാണ്, കട്ടറിനും കുഴിയിലും ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റത്തില്ല. ഫ്രണ്ട്സ് നമ്മളിത് വാങ്ങുന്ന സമയത്ത് ഈ അക്സസറീസ് ഒന്നും ഇല്ലായിരുന്നു. ആഫ്റ്റർ മാർക്കറ്റ് നമ്മളെല്ലാം കിട്ടിയതാണ്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ഓരോ പാർട്സും അത്രയോളം എക്സ്പെൻസീവ് ആണ്. ഇത് അപ്പർ ക്രാഷ് ഗാർഡാണ്, ഇത് ലോവർ ക്രാഷ് ഗാർഡാണ്. ഫ്രണ്ട്സ് ഇതാണ് ഹാൻഡ് ഗാർഡ്. ഇത് ഓരോ മോട്ടോർ ബൈക്കിലും അത്രയോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അക്സസറിയാണ്. കാരണം നമ്മുടെ ബൈക്ക് എവിടെയെങ്കിലും ഇടിക്കുകയോ ആക്സിഡൻ്റ് ആവുകയോ എന്തെങ്കിലും ചെയ്താൽ മതി, നമ്മുടെ ഫിംഗേഴ്സിനും ബൈക്കിനും ഒരു കേടുപാടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സഹായിക്കും. അത്രയോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് വിൻഷീൽഡ്. ഫ്രണ്ട്സ് ഇതാണ് വിൻഷീൽഡ്. ഇത് ക്ലിയർ ആണ്, പലതരത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയേറെ വലുതാണ്. കാരണം നമ്മളിത് വാങ്ങിച്ച സമയത്ത് നമുക്ക് ചെറുതാണ് കിട്ടിയത്. വണ്ടി പോയി ചെയ്യുമ്പോൾ കാറ്റ് നമ്മൾ ചെസ്റ്റിൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് വാങ്ങിച്ചാണ് ഇത്. ഇത് കൂടെ വലുതാണ്. അപ്പോൾ നമ്മൾ വരുന്ന കാറ്റ് ഡൈവേജ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ചെസ്റ്റിൽ കാറ്റടിക്കത്തില്ല. ഇത് അത്രയേറെ ഇമ്പോർട്ടൻ്റ് അക്സസറിയാണ്. ഇത് LED ഫോഗ് ലാമ്പ് ആണ്. ഇത് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ബ്രേക്ക് ഇടും. പിന്നെ ഇത് ഇത് നല്ല വിസിബിലിറ്റി കിട്ടും. ഇതാണ് സാഡിൽ സ്റ്റേജ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 2 സൈഡ് ബോക്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇളക്കി വെച്ചേക്കാണ്. ടൂറിന് പോകുമ്പോൾ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ സൈഡ് ബോക്സ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ലഗേജ് ഒക്കെ സേഫ് ആയിട്ട് നമുക്ക് ഇവിടെ വെക്കാം, ടൈ ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്രണ്ട്സ് ഇതാണ് മഡ് ഫ്ലാപ്പ്. നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ ഉപയോഗം നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യമാണ്. ഇത് എല്ലാ വണ്ടിയിലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നതിൻ്റെ അന്ന് നമ്മൾ വീട്ടിലെത്താറായപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അച്ഛനും അമ്മയാണ് വണ്ടി എടുത്തത്. പറഞ്ഞ വഴിക്ക് അമ്മ വീട്ടിൽ വന്നപ്പോൾ ഇതിന്ന് ചെളിയായി, മഴയിൽ നിന്ന് ചെളിയായി അമ്മയുടെ തല വരെ മണ്ണ് തെറിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്ത അടുത്ത സാധനമാണ് മഫ്ലർ. ഫ്രണ്ട്സ് ഇതാണ് ഫുഡ് ട്രസ്റ്റ് എക്സ്റ്റെൻഡർ. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ മിക്കവരെന്നല്ല മൊത്തം തന്നെ നമ്മൾ എണീച്ചിന്നാണ് ബൈക്ക് ഓടിക്കുന്നത്. അപ്പോൾ ഇതേപോലെയല്ല, ഇത് നമുക്ക് കയറാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്, വണ്ണം കുറവാണ്. ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതാണ് സംഭവം. നമുക്ക് കയറി നിന്ന് ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടാണ്. ഇത് നല്ല ഇമ്പോർട്ടൻറ്റ് കാര്യം. ഫ്രണ്ട്സ് ഇതാണ് സൈഡ് സ്റ്റാൻഡ്. ഇത് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നോർമൽ ബൈക്ക് കണക്കല്ല, കുറച്ച് വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ചെളിയൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചിരുന്നാൽ ചിലപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാരണം മണ്ണിലേക്ക് താഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബേസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ നമ്മൾ ചെളി താങ്ങാതെ വെയിറ്റ് താങ്ങി നിർത്താൻ ശേഷിയുണ്ട്. ഫ്രണ്ട്സ് ഇതാണ് ടോപ്പ് ബോക്സ്. ബാക്കി നീ പറയാം. ഫ്രണ്ട്സ് ഇതാണ് ടോപ്പ് ബോക്സ്. നമുക്ക് 2 ഉണ്ട്, ഒരു വലുതുണ്ട് ചെറുതുണ്ട്. വലുതെന്ന് വെച്ചാൽ നമുക്ക് ഹെൽമെറ്റൊക്കെ വയ്ക്കാം. നമ്മളിപ്പോൾ ചെറുതാണ് വെച്ചേക്കുന്ന അത്യാവശ്യത്തിന് നമുക്ക് ഫോണോ ഒക്കെ വയ്ക്കാൻ പറ്റും. നമുക്ക് ചെറുതിൻ്റെ ആവശ്യമുള്ളൂ. കണ്ട ചെറുതിൻ്റെ ആവശ്യമുള്ളൂ, ചെറിയ സാധനങ്ങൾ. ഫ്രണ്ട്സ് ഇതാണ് എൻജിൻ കാർഡ്. നമ്മൾ ബൈക്ക് വാങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു പ്ലാസ്റ്റിക് എൻജിൻ കാർഡാണ് തന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കല്ലൊക്കെ തട്ടി അത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അലുമിനിയത്തിൻ്റെ എൻജിൻ കാർഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. നമുക്കിപ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ അഴിച്ചു മാറ്റി ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്താ ശരിയാ ഫ്രണ്ട്സ്, നമുക്ക് ആരും ലൈക്ക് ചെയ്യൂല, ഷെയർ ചെയ്യൂല, സബ്സ്ക്രൈബ് പോലും ചെയ്യൂല. എന്തിന്? നിങ്ങൾ പ്ലീസ് ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഫ്രണ്ട്സ് ഇതാണ് റേഡിജ ഗാർഡ്. നമുക്ക് റേഡിജ ഗാർഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കല്ല് ഒന്ന് തട്ടിയാൽ ഡാമേജ് ആവും. അപ്പോൾ ഇവിടെ മെറ്റൽ ഗാർഡാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വണ്ടി കഴുകുമ്പോൾ ഹൈ പ്രഷറിൽ നമ്മൾ വെള്ളം അടിക്കാൻ പാടില്ല, ഡാമേജ് ആവും. ഫ്രണ്ട്സ് പിന്നെ നമ്മൾ GS വാങ്ങുമ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് നമ്മൾ ഇതിൽ കൂടെ കിട്ടത്തില്ല. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ വെച്ചതാണ്. ഫ്രണ്ട്സ് ലാസ്റ്റ് എക്സസറി ഇതാണ് ഹാൻഡിൽ ബാർ എക്സ്റ്റെൻഡർ. ഇതെന്തെന്ന് വെച്ചാൽ ഇതില്ലാത്ത വണ്ടികളുടെ ഹാൻഡിൽ കുറച്ചുകൂടെ അങ്ങോട്ടിരിക്കും.
ഇതുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷോൾഡർ സൈസിന് ഇങ്ങനെ ഇരിക്കും. നമ്മളെ നല്ല കംഫർട്ടാണ് ഇത് വെച്ച് ഓടിക്കാൻ. ഫ്രണ്ട്സ്, നമ്മൾ ഈ ബൈക്കിൽ കയറുന്നത് സാധാരണ രീതിയിലല്ല. നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഈ ബൈക്കിൽ കയറുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ കയറുന്നത് ചവിട്ടാൻ നമ്മൾ ബൈക്കിൽ കയറുന്നത് ഞാൻ കാണിച്ചില്ല. കണ്ടോ, നമ്മൾ ഹെവി വെയിറ്റ് ആണ്, മറിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ കീ ഓണാക്കി, ദെൻ ഇവിടെ ന്യൂട്രലാണ് നോക്കുക. ഇവിടെ ന്യൂട്രലാണ് ഇപ്പോൾ. ദെൻ നമുക്ക് എൻജിൻ ഓണാക്കാം. ഇനി നമ്മൾ കിക്ക് അടിക്കണം, പക്ഷേ അത് ആക്സിലേറ്റർ കൊടുക്കരുത്, ലോങ് പ്രസ് ആണ് ചെയ്യേണ്ടത്. ഓണായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിനെ കൂടെ എനേബിൾ ചെയ്യുക. അപ്പം നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കല്ലു സൈനിങ് ഔട്ട്.